إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله صلى الله عليه وعلى آله وأصحابه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾ നിഅമത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദീനിലും ദുനിയാവിലും സൽക്കർമ്മങ്ങളും നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അവന്റെ അടിമകൾക്ക് മുന്നേറാൻ, അല്ലാഹുവിലേക്ക് അടുക്കുവാൻ, അവൻ അടിമകളായ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് അതിലുള്ള വീഴ്ചകളും പോരായ്മകളും പരിഹരിക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി തന്നുകൊണ്ട് അള്ളാഹു അവന്റെ അടിമകളായ നമ്മോട് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അള്ളാഹുവിന്റെ ഒരു അതിഥിയെപ്പോലെ ധാരാളം നന്മകൾ വർദ്ധിച്ച റമദാൻ മാസം നമ്മുടെ കയ്യെത്താ ദൂരത്താണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എണ്ണപ്പെട്ട മണിക്കൂറുകൾ, വളരെ ചുരുങ്ങിയ ദിനരാത്രങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറയുന്ന പവിത്രമായ മാസത്തിനെ കുറിച്ചും അവന്റെ മുഅ്മിനീങ്ങളായ അടിമകൾ നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇരുലോകത്ത് വെക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും വ്യക്തമായി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തന്റെ അനുചരന്മാരെ ഈ മഹത്തായ മുബാറക്കായ മാസം വരുന്നതിന്റെ മുമ്പ് അതിനെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുമായിരുന്നു. ഷഹ്റുൻ മുബാറക്കുൻ എന്നാണ് പ്രവാചകൻ അതിനെ വിശേഷിപ്പിച്ചത്. നന്മകൾ ധാരാളം വർദ്ധിച്ച മാസമാണ്, ദീനിലുള്ള നന്മ വർദ്ധിച്ച മാസമാണ്, ദുന്യവിയായ അനുഗ്രഹങ്ങളും നിഅമത്തുകളും ഖൈറാത്തുകളും വർദ്ധിച്ച മാസമാണ്. മുഅ്മിനീങ്ങളായ അല്ലാഹുവിന്റെ അടിമകൾ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലങ്ങൾ കൂലി മോഹിച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ ഉത്തരവാദിത്തങ്ങളും അവന്റെ കൽപ്പനകളും അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് വിശ്വസിച്ച് ആ മഹത്തായ മാസത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അന്നപാനീയങ്ങൾ ഒഴിവാക്കാൻ അവൻ തയ്യാറാകുന്നു. കൂടെ വന്നിരിക്കുന്ന ഒരുത്തൻ അറിയുകയില്ല ഈ വ്യക്തി നോമ്പുകാരനാണോ അല്ലേ എന്നുള്ളത്. നിഷ്കളങ്കതയുടെ ഇഖ്ലാസിന്റെ ഉയർന്ന വിധാനത്തിൽ നിർവഹിക്കാൻ കഴിയുന്ന ഒരു ആരാധനയാണ് നോമ്പ് എന്ന് പറയുന്നത്. നേരടുത്തിരിക്കുന്നവൻ അറിയുകയില്ല ഇവൻ നോമ്പുകാരനാണോ അതില്ലാത്തവനാണോ എന്ന്. ആളുകൾ അറിയാതെ ഇത്ര നിഷ്കളങ്കമായി, ഇത്ര പരിശുദ്ധമായി, പവിത്രമായി നിർവഹിക്കാൻ കഴിയുന്ന ആ ഇബാദത്ത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മോഹിച്ചുകൊണ്ട് ഇത് അള്ളാഹു എന്റെ മേൽ നിർബന്ധമാക്കിയ ബാധ്യതയാണ് എന്ന് വിശ്വസിച്ച് അള്ളാഹുവിന് അടിമയായ നാം അവന് ആ ഇബാദത്ത് നിർവഹിക്കുകയാണ്. അന്നപാനീയങ്ങൾ അവൻ ഒഴിവാക്കുന്നു. നോമ്പ് മുറിക്കുന്ന മറ്റുള്ള വൈകാരികമായ അവന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവൻ മാറ്റിവെക്കുന്നു. അവന്റെ ശരീരത്തിനും അവനും അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിൽ ക്ഷമിക്കാൻ അവൻ തയ്യാറാകുന്നു. അങ്ങനെ മുഅ്മിനായ ഒരു മനുഷ്യൻ അവന്റെ പകൽ സമയം കഴിച്ചുകൂട്ടുന്നു. പകലും രാത്രിയുമായി കൊണ്ട് നിർബന്ധവും ഐച്ഛികവുമായ നിസ്കാരങ്ങൾ ധാരാളം അവൻ വർദ്ധിപ്പിക്കുന്നു. പരിശുദ്ധമായ ഖുർആൻ അവൻ പാരായണം ചെയ്യുന്നു. അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും അവൻ ശ്രമിക്കുന്നു, തയ്യാറാകുന്നു. പാവങ്ങളായ ആളുകളിലേക്ക് അള്ളാഹു ഇവന് നൽകിയ ഹലാലായ സമ്പത്തിൽ നിന്ന് വാരി അവൻ
ചെലവഴിക്കുന്നു, ദാനധർമ്മം ചെയ്യുന്നു, അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട്. അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ നിർവഹിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് പ്രവാചകൻ കാണിച്ചു തന്ന ആ അധ്യാപനങ്ങൾ മാതൃകയാക്കിക്കൊണ്ട് റമദാനു ഷരീഫിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അതാകും റമദാനു ശഹ്റുൻ മുബാറകുൻ, റമദാൻ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, മുബാറക്കായ ധാരാളം നന്മകൾ വർദ്ധിച്ച ഒരു മാസമാണത്. ദീനിയായ നന്മയുണ്ട്, ദുന്യവിയായ നന്മയുണ്ട്. പലരും നോമ്പനുഷ്ഠിച്ച സമയത്ത് റമദാനിൽ പരസ്പരം ആളുകൾ പറയുന്നത് നമുക്കറിയാം. അതിന്റെ മുമ്പ് ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ എങ്ങനെ ഞാൻ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകും, നോമ്പ് വന്നപ്പോൾ ഒരു ആശ്വാസമാണ്, നോമ്പ് വന്നപ്പോൾ സൽക്കർമ്മങ്ങളും നന്മകളും ചെയ്യാനൊരു ഉന്മേഷമാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ അത് വരാൻ അടുത്തിരിക്കുന്ന സമയത്ത് തന്നെ അതൊന്ന് വന്നെങ്കിൽ, ഇബാദത്തിൽ മുന്നേറാൻ എനിക്ക് അള്ളാഹു തൗഫീഖ് നൽകിയെങ്കിൽ എന്നുള്ള ആഗ്രഹ ദുആയോട് കൂടെ കഴിച്ചുകൂട്ടുന്നതാണ്. മുൻഗാമികൾ അവർ 6 മാസം അല്ലാഹുമ്മ ബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്ന് ദുആ ചെയ്യലുണ്ടായിരുന്നു എന്ന്. ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ റമളാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് എത്തിച്ചുകൊണ്ടാ അതിൽ ത്വാഅത്തിൽ മുന്നേറാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമെന്ന് നമുക്കറിയാം. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ നോമ്പനുഷ്ഠിച്ച ആളുകൾ, പെരുന്നാളിന് നമ്മുടെ കൂടെ ആഘോഷിച്ച ആളുകൾ ഒരു പക്ഷേ നമ്മുടെ കൂട്ടുകാരിലും കുടുംബത്തിലും ഇന്നവർ മണ്ണിന്റെ താഴെയായിരിക്കും. ഇതാണ് മനുഷ്യന്റെ ജീവിതം. ഇങ്ങനെയായിരിക്കും ഓരോരുത്തരുടെയും അവസരം. ഈ റമദാന് നമുക്ക് ലഭിക്കുമോ? അത് പൂർത്തീകരിച്ച് ഈദിന്റെ ഗാഹിൽ നമ്മൾ പങ്കെടുക്കുമോ? നിസ്കാരത്തില് അടുത്ത റമദാനിലേക്ക് നമ്മൾ ഉണ്ടാകുമോ? ഒരാൾക്കും ഒരറിയുമില്ല, ആർക്കും അറിയുകയില്ല. മനുഷ്യന്റെ ജീവിതം ഇതാണ്. നമ്മൾ ഓരോരുത്തരും ഇങ്ങനത്തെ ഒരു യാത്രയിലുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവന്റെ അടിമകളായ നമ്മോടുള്ള കാരുണ്യം കൊണ്ട് നന്മകൾ ചെയ്ത് മുന്നേറി തിന്മകളിൽ നിന്ന് പശ്ചാത്തപിച്ച് രക്ഷപ്പെട്ട് പരലോകവും ഇരുലോകവും വിജയിപ്പിച്ച് അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലങ്ങൾക്ക് അർഹരായി അടിമകൾ എത്തിച്ചേരാൻ, പരലോകത്തവർ വന്നു ചേരാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരികയാണ്. അള്ളാഹുവിന്റെ ഈ അതിഥിയെ, നമ്മൾക്കുള്ള ഈ അവസരത്തെ നാം അത് ഉപയോഗപ്പെടുത്തണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അതാകും റമളാൻ ശഹ്റുൻ മുബാറകുൻ, വളരെയധികം നന്മ വർദ്ധിച്ച മാസമാണ്. ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, ആ മാസം നോമ്പനുഷ്ഠിക്കൽ അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. ആ മാസം നോമ്പനുഷ്ഠിക്കൽ അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. പ്രായപൂർത്തിയുള്ള, കഴിവുള്ള, അതേപോലെ തന്നെ നോമ്പനുഷ്ഠിക്കാൻ പ്രാപ്തിയുള്ള, നോമ്പ് ഒഴിവാക്കേണ്ടുന്ന കാരണങ്ങളൊന്നുമില്ലാത്ത ആളുകൾ മുഴുവനും നോമ്പ് അനുഷ്ഠിക്കുക. മുൻഗാമികളായ സഹാബത്ത്, വനിതകൾ പ്രത്യേകിച്ച് അവർ പറയുമായിരുന്നു, ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ നോമ്പ് നോൽപ്പിക്കുമായിരുന്നു, ഞങ്ങളുടെ ചെറിയ കുട്ടികൾ കൊണ്ട്. അങ്ങനെ ആ കുട്ടികൾ വിശന്ന് കരയും, ഭക്ഷണത്തിന് വേണ്ടി കരയുമ്പോൾ ഞങ്ങൾ അവർക്ക് കളിപ്പാവകൾ കൊടുക്കുമായിരുന്നു, അവരുടെ മനസ്സൊന്ന് മാറ്റാൻ വേണ്ടി. ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് ചില മാതാപിതാക്കള് തങ്ങളുടെ കുട്ടികൾ ക്ഷീണിക്കുമെന്ന് കരുതി, തങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യത്തിനെ ബാധിക്കുമെന്ന് കരുതി, അവർക്ക് പ്രയാസമാകുമെന്ന് കരുതി, നോമ്പനുഷ്ഠിക്കാൻ കഴിവും പ്രായവും പക്വതയും ഒക്കെ എത്തിയിട്ട് പോലും അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് സ്നേഹം കാണിക്കുന്ന ചില, അതിനുവേണ്ടി കൂട്ടുനിൽക്കുന്ന പിതാക്കളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഉണർത്തുന്നു, നിങ്ങളെ മക്കളെ അതികഠിനമായ നരകത്തിൽ ചെന്ന് കത്തുന്ന സമയത്ത് നിങ്ങളുടെ സ്നേഹവും ആർദ്രതയും നിങ്ങൾക്കുണ്ടാവുകയില്ല. നോക്കി, നിങ്ങൾ വിശന്നുകൊണ്ട് കരയുന്ന കുട്ടിക്ക് കളിപ്പാട്ടം കൊടുക്കുമ്പോൾ ആ കുട്ടി ആ കളിപ്പാട്ടത്തിൽ മനസ്സ് മാറി പിന്നെ ഭക്ഷണത്തിന് ആവശ്യപ്പെടാതെ നിൽക്കുന്നു. എത്ര പ്രായമായിരിക്കും ആ കുഞ്ഞ്? 4 വയസ്സുള്ള ഒരു കുട്ടി വിശക്കുന്ന സമയത്ത് അവന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും മാതാവോ പിതാവോ കൊടുത്താൽ ആ കുട്ടി പിന്നെ എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ കളിപ്പാവയിൽ അവൻ ശ്രദ്ധ തിരിക്കുവോ? അതല്ല, എന്റെ ആവശ്യം ഭക്ഷണമാണ് എന്ന് തിരിച്ചു പറയൂ. നമ്മുടെ മുൻഗാമികൾ നമുക്ക് മാതൃകയാക്കി പോയത് ഇങ്ങനെയാണെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തും ഭക്ഷണ വിഭവങ്ങളും ദുരുപയോഗം ചെയ്യരുതേ എന്ന് ഏറ്റവും ആദ്യം ഞാൻ എന്റെ സംസാരം കേൾക്കുന്ന മാതാപിതാക്കളെ ഉണർത്തുകയാണ്. മക്കളെ നിങ്ങൾക്ക് തന്നത് അള്ളാഹുവാണ്. അവരെ നിങ്ങൾക്ക് സംരക്ഷിക്കുന്നത് ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായി വളർത്തി വലുതാക്കുന്നതും അള്ളാഹുവാണ്.
അവന്റെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാൻ ശ്രമിക്കുന്നവർ അല്ലാഹുവിനോട് വെല്ലുവിളിക്കുന്നവരാണ്. അവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുന്നവരാണ്. വളരെ ഗൗരവത്തോടുകൂടെ കാര്യം നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഫറളല്ലാഹു അലൈക്കും സിയാമഹു, ആ മാസമുള്ള നോമ്പ് അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാടങ്ങൾ പൂർണ്ണമായി ആ മാസത്തിൽ തുറന്നു വെക്കപ്പെടും, പിന്നീട് ആ മാസത്തിൽ ഒന്നും അടക്കപ്പെടുകയില്ല. വതുഗല്ലു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ പൂർണ്ണമായി ആ മാസത്തിൽ അടച്ചുപൂട്ടപ്പെടും, ഒന്നും തന്നെ തുറക്കപ്പെടുകയില്ല. വതുഗല്ലു ഫീഹി മറദത്തുശ് ശയാത്തീൻ, ധിക്കാരികളായ പിശാചികളെ ആ മാസത്തിൽ ചങ്ങലക്കിട്ട് ബന്ധിക്കപ്പെടും. അള്ളാഹുവിന്റെ റസൂല് പറയുന്നതാണ്. എന്ന് കരുതി മനുഷ്യരായ നമ്മുടെ ശരീരത്തിലും ചില ദൂഷ്യങ്ങളും വൃത്തികേടുകളുമുണ്ട്. അതേപോലെ തന്നെ ധിക്കാരികളല്ലാത്ത പിശാചുകളും ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും സമൂഹത്തിന്റെ ഇടയിൽ കടന്ന് സഞ്ചരിക്കുന്നുമുണ്ടാകും. പാപങ്ങൾക്ക് പ്രേരിപ്പിക്കാൻ അതൊക്കെ ഉണ്ടാകും. എന്നാലും മറ്റ് മാസങ്ങളിലും കാലങ്ങളിലും ഇല്ലാത്ത നിലക്ക് ധിക്കാരികളായ പിശാചുകൾ, മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടി ജാഗ്രതയോടുകൂടെ നടക്കുന്ന പിശാചുകളെ അള്ളാഹു തടഞ്ഞു വെക്കും. നമുക്ക് താഅത്തിൽ മുന്നേറാൻ വേണ്ടി, സൽക്കർമ്മങ്ങൾ ചെയ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി, പാപങ്ങളിൽ പിന്മാറാൻ വേണ്ടി അള്ളാഹു സഹായമായിട്ട് ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, ആ ഒരു മാസത്തിൽ രാത്രിയുണ്ട്. ഏതാണ് ആ രാത്രി എന്ന് കൃത്യമായൊരു വിവരണം നമുക്ക് ലഭിക്കപ്പെട്ടിട്ടില്ല. സൽക്കർമ്മങ്ങൾ നമ്മൾ മുന്നേറാൻ പ്രതീക്ഷയോടെ നമ്മൾ കൂടുതൽ ഇബാദത്തുകൾ നിർവഹിക്കാൻ വേണ്ടിയാണ്. അതിലൊരു രാത്രിയുണ്ട്. ഖൈറും മിൻ അൽഫി ശഹ്റിൻ, 1000 മാസം ഒരു മനുഷ്യൻ ആരാധന നിർവഹിക്കുന്നതിലേറെ ഉത്തമമാണ് ഒരൊറ്റ രാത്രി. ഒരൊറ്റ രാത്രി ഒരാൾ ഇബാദത്ത് ചെയ്യുന്നത്. സൂര്യൻ അസ്തമിച്ചോടെ മുതൽ ഫജ്റാകുന്നത് വരെയുള്ള സമയത്ത് ഫർളും സുന്നത്തുമായ ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് ഒരാള് ആ രാത്രി അള്ളാഹുവിന്റെ സൽക്കർമ്മങ്ങളുമായി കഴിച്ചുകൂട്ടിയാൽ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തിനിലേറെ, 1000 മാസത്തിനിലേറെ ശ്രേഷ്ഠമാണ് ഒരൊറ്റ രാത്രി. താല്പര്യമില്ലേ മുഅ്മിനീങ്ങളെ? നമ്മൾക്ക് മുന്നേറാൻ വേണ്ടിയുള്ള ഒരു പ്രതിജ്ഞ എടുക്കുന്നില്ലേ നാം? ചെയ്യണം, എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ഒരു വാക്ക്, ഒരു മനസ്സിന്റെ ഒരു ദൃഢനിശ്ചയം നമുക്ക് എന്തുകൊണ്ട് വെച്ച് പുലർത്തിക്കൂടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം, ആ രാത്രി ഒരു മനുഷ്യൻ ഇബാദത്തിൽ മുന്നേറി നേടിയെടുക്കാൻ കഴിയാതെ വന്നാൽ, ആ രാത്രി സൽക്കർമ്മങ്ങളിൽ മുന്നേറിക്കൊണ്ട് നേടിയെടുക്കാൻ കഴിയാതെ തടയപ്പെട്ടാൽ അവനൊരു ഹതഭാഗ്യനാണ്, അവന് നഷ്ടങ്ങൾ തടയപ്പെട്ട വ്യക്തിയാകുന്നു. അതേപോലെ തന്നെ അതിന്റെ താഴെയുള്ള മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, റമളാനിന്റെ ആദ്യത്തെ രാത്രിയായാൽ, സുഫിദത്തി ശയാത്തീനു വമറദത്തുൽ ജിൻ, ധിക്കാരികളായ ജിന്നുകളെയും പിശാചുകളെയും ചങ്ങലക്കിടപ്പെടും, ബന്ധിക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബുൻ നാരി ഫലം യുഫ്തഹ മിൻഹാ ബാബുൻ, നരകത്തിന്റെ കവാടങ്ങൾ അടച്ചുപൂട്ടപ്പെടും. ആ മാസത്തിൽ പിന്നെ ഒരു വാതിലും തുറക്കപ്പെടുകയില്ല. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, അതിൽപ്പെട്ട ഒന്നും തന്നെ പിന്നീട് അടച്ചുപൂട്ടപ്പെടുകയില്ല. വയുനാദി മുനാദിൻ, ഒരു വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറയും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ഉദ്ദേശമുള്ള മനുഷ്യ, നന്മ വേണം എന്നാഗ്രഹമുള്ള വ്യക്തി, മുന്നോട്ട് വാ, ഇത് നിന്റെ അവസരമാണ്, സീസണാണ്. നിനക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ മുന്നേറാനും വാരിക്കോരി അള്ളാഹുവിന്റെ പ്രതിഫലങ്ങൾ നേടിയെടുക്കാനുമുള്ള അവസരമാണ്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, മുന്നോട്ട് വാ. വയാ ബാഗിയശ് ശർരി അഖ്സിർ, തെറ്റും തിന്മകളും ഉദ്ദേശിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി ഒന്നൊന്ന് കുറയ്ക്കേ, ഒന്ന് പശ്ചാത്തപിക്കേ, ഒന്ന് നിന്റെ മനസ്സിനും ശരീരത്തിനും ഒന്ന് ആശ്വാസം കൊടുക്കേ, തെറ്റിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കേ. യാ ബാഗിയശ് ശർരി അഖ്സിർ വലില്ലാഹി ഉതഖാഉ മിനന്നാർ, നരകം അനിവാര്യമായ എത്രയോ അടിമകൾ അള്ളാഹു ഈ പറയുന്ന മാസത്തിൽ അവന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ കാരുണ്യം കൊണ്ട്, അള്ളാഹുവിന്റെ ദയ കൊണ്ട് അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തും. നരകം അനിവാര്യമായ ആളുകളാണ്, അവരെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തും. വദാലിക കുല്ല ലൈലത്തിൻ, റമളാനിന്റെ എല്ലാ രാത്രിയിലും, റമളാനിന്റെ എല്ലാ രാത്രിയിലും അള്ളാഹുവിന്റെ പ്രത്യേകമായി ഈ ഓഫർ, ഈ പറയുന്ന ആനുകൂല്യം, ഈ പറയുന്ന അള്ളാഹുവിന്റെ ഔദാര്യം, അത് നമ്മെ കാത്തുകൊണ്ടിരിക്കുന്നു. നമുക്കിത് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ അനുചരന്മാരെ സന്തോഷ വാർത്ത അറിയിച്ചതുപോലെ, ഞാൻ എന്റെ ശരീരത്തെയും
എന്റെ സംസാരം കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളായ സഹോദര സഹോദരികളെയും സന്തോഷവാർത്ത അറിയിക്കുന്നു. അള്ളാഹു നമുക്ക് ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, സമാധാനത്തോടെ മഹത്തായ അതിൽ ത്വാഅത്തിൽ മുന്നേറാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. പാപകരമായ കാര്യങ്ങൾ പശ്ചാത്തപിച്ച് അള്ളാഹു ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ നോമ്പും ഈ ഇബാദത്തുകളും നമുക്ക് നിർബന്ധമാക്കിയത്, ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് ഉതകുന്ന നിലക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിലുള്ള നോമ്പിനെ കുറിച്ചും റമദാനിനെ കുറിച്ചും പറയാ, അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളെ, അടിമകളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നോമ്പിനെ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടതുപോലെ. നോമ്പ് എന്ന് പറയുന്ന മഹത്തായ ഒരു ഇബാദത്താണ്. മുൻഗാമികൾക്ക് മാത്രം അതിനുള്ള അവസരം അള്ളാഹു കൊടുത്തു, നിങ്ങൾക്ക് നൽകിയില്ല എന്നില്ല. അതേ അവസരം നമുക്കും അള്ളാഹു നൽകിയിരിക്കുന്നു. നോമ്പ് ശാരീരികമായിട്ട് കുറച്ച് പ്രയാസമുള്ള ഒരു ഇബാദത്താണ്. നിങ്ങളെ മാത്രം ആ ഇബാദത്ത് നിർബന്ധമാക്കി കഷ്ടപ്പെടുത്തുക എന്നില്ല, മുൻഗാമികൾക്കും അത് അള്ളാഹു നിർബന്ധമാക്കിയതാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, ഈ പറയുന്ന നോമ്പിന്റെ ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളായേക്കാം. കൃത്യമായി ശരിയായ നിലക്ക് ഒരു മാസം നോമ്പ് അനുഷ്ഠിക്കാൻ തയ്യാറാണെങ്കിൽ തഖ്വ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. അതാണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. അന്നപാനീയങ്ങൾ ഒഴിവാക്കുകയോ വികാരങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മാറ്റിവെക്കുകയോ ചെയ്ത് ഒരിക്കലും നിങ്ങളെ പീഡിപ്പിക്കുകയോ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സമയം പാഴാക്കുകയോ അല്ല. ഈ പറയുന്ന ഇബാദത്ത് അള്ളാഹു നിർബന്ധമാക്കിയതിന്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടിയാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളായേക്കാം. തഖ്വ കൈവരിക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന അടിമകൾ, അവന്റെ കൽപ്പനകൾ കൃത്യമായി പാലിക്കുന്ന, അവൻ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കാൻ പാകപ്പെട്ട മനസ്സിന്റെ ഉടമകൾ നിങ്ങളായേക്കാം. ഈ പറയുന്ന മാസത്തിൽ നിങ്ങൾ നല്ല നിലക്ക് വ്യക്തമായി, ശുദ്ധമായി, പരിശുദ്ധമായ നിലക്കുള്ള ഈ ഇബാദത്ത് നിങ്ങൾ നിർവഹിക്കാൻ തയ്യാറായാൽ, നോമ്പിനെ കുറിച്ച് പറയുന്ന ആയാത്തുകൾ ഇതിന്റെ ശേഷം വന്നൊരായത്തിലും അതിന്റെ ശേഷം വന്ന മറ്റൊരായത്തിലും അള്ളാഹു പറയുന്നു. ഈ പറയുന്ന റമദാൻ മാസത്തിനെ കുറിച്ച് പറഞ്ഞു, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ള അടിമകളായേക്കാം. അള്ളാഹുവിന് നന്ദി ചെയ്യാൻ നമ്മെ പാകപ്പെടുത്തി തരും ഈ മാസത്തിന് ഒരാൾ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയാൽ. അതിന്റെ ശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലഅല്ലഹും യർശുദൂൻ, ആളുകൾ വിവേകവും തന്റേടവും കാര്യബോധവും സന്മാർഗവും നന്മയും സിദ്ധിച്ച ആളുകളായേക്കാം എന്നാണ്. ലഅല്ലഹും യർശുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന മാസത്തിന് നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയാൽ ഈ പറയുന്ന നേട്ടങ്ങൾ നമുക്ക് നൽകും എന്നുള്ള തഖ്വ ലഭിക്കും. അള്ളാഹുവിന് നന്ദിയുള്ള അടിമകളാകാൻ കഴിയും. അതേപോലെ തന്റേടും കാര്യബോധമുള്ള ആളുകളാകും. ഹിദായത്ത് ലഭിച്ച ആളുകൾ, യഥാർത്ഥ ഹിദായത്ത് ലഭിച്ചവരെ തന്റേടും കാര്യബോധമുള്ള ആളുകളാവും. അവരെ നന്ദിയുള്ള ആളുകളാവും. അല്ലെങ്കിൽ നന്ദി കെട്ട ആളുകളായി പോകും. കാര്യബോധവും തന്റേടവും ബുദ്ധി ശരിക്കും ഉപയോഗിക്കാത്ത നാൽക്കാലികളെ പോലെ ഒരു വിഭാഗം മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. ഒരിക്കലും നാം അതുപോലെ ആകാതിരിക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ഈ ഇബാദത്തുകളെ മുഖവിലെടുത്തുകൊണ്ട് അത് ഭംഗിയായ നിലക്ക് നാം നിർവഹിക്കാൻ തയ്യാറാവണം. നമ്മുടെ കുട്ടികളെയും കുടുംബങ്ങളെയും അതിന് പാകപ്പെടുത്തുകയും അതിലുള്ള സഹായ സഹകരണങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് നാം അള്ളാഹുവിന് നന്ദിയുള്ള അടിമകളാകാൻ തയ്യാറാവുകയും ചെയ്യണം. അഖൂലു ഹാദൽ ഖൗൽ വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമൽ ജലീല ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. നോമ്പിന്റെ ആയാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് ശഹ്റു റമളാനല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന പരിശുദ്ധമായ ഈ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിനെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് നാം ഈ കാണുന്ന ആകാശത്തിന്റെ മുകളിലുള്ള ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന പവിത്രമായ ഒരു ഭവനമുണ്ട്, അങ്ങോട്ടേക്ക് ഒരൊറ്റ പ്രാവശ്യമായിട്ട് ഇറക്കിയത് ഈ റമദാൻ മാസത്തിലാണ്. ഇതിന്റെ മുമ്പുള്ള പ്രവാചകന്മാർക്കുള്ള ഗ്രന്ഥങ്ങൾ മുഴുവനും അള്ളാഹു ഇറക്കി കൊടുത്തത് റമദാൻ മാസത്തിലാണ് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും.
അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ പവിത്രമായ മാസവും പരിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ആ മാസത്തിൽ അതിനെ ധാരാളം പാരായണം ചെയ്യാനും അതിന്റെ അർത്ഥവും ആശയങ്ങളും പഠിക്കാനും അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് തന്റെ ശരീരത്തിൽ പ്രാവർത്തികമാക്കാനും അതായിരിക്കണം തന്റെ ജീവിതം പിന്നീട് മുന്നോട്ട് നയിക്കുന്നത്. ഇതിനു വേണ്ടി ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ കൂടെ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറയുന്നത് നമുക്ക് ഉണർത്തിക്കൊണ്ട് പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആന് ഇറക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ. അതിന്റെ മുമ്പും അതിന്റെ ശേഷവും അതിലും ആ ഖുർആനുമായി നിങ്ങളുടെ ബന്ധം ഒരിക്കലും ഒരുപോലെയാവരുതേ എന്ന് മൂന്നാമത്തെ ആയത്തായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ ആയത്തുകളിൽ മൂന്നാമതായി പറഞ്ഞത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാനി എന്ന് പറയുന്ന ആയത്താണ്. ദുആ അത് ഏറ്റവും മഹത്തായ ഒരു ഇബാദത്താണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. അതാണ് ഇബാദത്തിന്റെ കാമ്പതാണ്, അതിന്റെ കാതലും അതാണ്. ദുആനെ ഉണർത്തിക്കൊണ്ടാണ് നോമ്പുകാരനായ മനുഷ്യൻ അള്ളാഹുവിന്റെ നിയമങ്ങളിൽ ആ പകലുകളിൽ കൃത്യമായി പാലിച്ചുകൊണ്ട് ദോഷങ്ങളും അതിനെ അവൻ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടുന്ന മനുഷ്യൻ സ്വാഭാവികമായിട്ടും അവന് താഴ്മയുണ്ടാകും, അവന് ഹൃദയ സാന്നിധ്യമുണ്ടാകും, അവന് വിനയമുണ്ടാകും. അള്ളാഹുവിനോട് അവസരത്തിൽ ആ രൂപത്തിൽ ദുആ ചെയ്യുന്ന വ്യക്തി അവന്റെ ദുആ അതിന് പ്രത്യേകമായ പരിഗണനയും ഉണ്ടാകും. അതുകൊണ്ട് ദുആയുടെ കാര്യം എല്ലാ സമയത്തും, റമളാനിൽ പ്രത്യേകിച്ച് നോമ്പുള്ള സമയത്തും അതിന്റെ രാത്രി സമയത്തും ആ ദുആയുടെ കാര്യം നിങ്ങൾ പരിഗണിക്കണം. കൂടുതൽ കാര്യങ്ങൾ ദീനിലും ദുനിയാവിലുമുള്ള നമ്മുടെ വ്യക്തികൾക്കും സമൂഹത്തിനും കുടുംബത്തിനും മറ്റുമുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യാൻ അതിന് ഉണർത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞത്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കുന്ന പക്ഷം ഞാൻ അവരിലേക്ക് വളരെ വളരെ അടുത്ത് നിൽക്കുന്നവനാണ്, അവരുടെ ദുആക്ക് ഉത്തരം ചെയ്യാൻ ഞാൻ തയ്യാറുമാണ്. ആളുകളോട് ചോദിക്കുന്നതിന് പകരം, നിസ്സഹായരായ ആളുകളുടെ മുന്നിൽ ചെന്നുകൊണ്ട് നിന്ദത കാണിക്കുന്നതിന് പകരം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പഠിക്കുക. നിരന്തരം അള്ളാഹുവിനോട് ചോദിക്കുക. നമ്മുടെ ദീനിലും ദുനിയാവിലുമുള്ള, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വ്യക്തികൾക്കുമുള്ള, സമൂഹത്തിലുള്ള, രാജ്യത്തിലുള്ള 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. ആളുകൾ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ പലരും പലതും പറഞ്ഞ് പരിഭവിക്കുന്നത് കാണാം. പരിഹാരം അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലുക എന്നുള്ളത്, അള്ളാഹുവിന്റെ കവാടങ്ങളുടെ മുന്നിൽ കയ്യും ഉയർത്തി കാത്തു നിൽക്കുക എന്നുള്ളതാണ്. അതിന് നാം ഈ മഹത്തായ മാസത്തിലും അതിൽ നിന്ന് നേടിയെടുത്ത ആ തഖ്വയിലും ഹൃദയശുദ്ധിയോടുകൂടെ ജീവിതത്തിന്റെ ആ സകലമുള്ള സമയത്ത് അള്ളാഹുവിലേക്ക് മുന്നിടാൻ പഠിക്കുക, ആവശ്യങ്ങൾ നേടിയെടുക്കുക. ഇതാണ് ഈ ആയത്തിൽ കൂടെ അള്ളാഹു പറഞ്ഞത്. ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടതുപോലെ ലഅല്ലഹും യർഷുദൂൻ. അള്ളാഹുവിലേക്ക് മുന്നിടാൻ തയ്യാറായാൽ, ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ തയ്യാറായാൽ, ആ മനുഷ്യന് ഏത് കുറവുകളുണ്ടെങ്കിലും ഏതേത് പരിമിതികളുണ്ടെങ്കിലും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ച് നേടിയെടുക്കാൻ തയ്യാറാകുവീൻ. എന്നാലേ നിങ്ങൾ ഹിദായത്തുള്ളവരും തന്റെ ഇടവും പക്വതയുള്ളവരും കാര്യബോധമുള്ള ആളുകളുമാകാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അള്ളാഹുവിനോട് സഹായം തേടാതെ, അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിക്കാതെ മനുഷ്യരായ നിസ്സഹായരായ ആളുകളിലേക്ക് അവതരിപ്പിക്കാനും അവരുടെ മുന്നിൽ ചെന്നുകൊണ്ട് തേടാനും സങ്കടം പറയാനും പരാധീനതകൾ അവതരിപ്പിക്കാനും പോകുന്ന മനസ്സ്, അവർ യഥാർത്ഥത്തിൽ ഈ റുഷ്ദും ഈ വിവേകതയും ഈ ഹിദായത്തും ഈ പക്വതയും ലഭിക്കാത്തവരായിരിക്കും. വളരെ ഗൗരവത്തോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. മഹത്തായ ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ നമ്മോട് ആവശ്യപ്പെട്ടതുപോലെ അവൻ നമുക്ക് നിർബന്ധമാക്കിയ ഇബാദത്തുകളും അവന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഐച്ഛികമായ ഇബാദത്തുകളും നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മൻ സാമ റമളാന വഖാമഹു ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാൻ മാസം ഒരാൾ നോമ്പനുഷ്ഠിച്ചു, അതിന്റെ രാത്രിയിൽ അവൻ ഖിയാമുൽ ലൈൽ നിർവഹിച്ചാൽ അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ മുഴുവനും അവന് പൊറുക്കപ്പെടും. വമൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഒരാൾ വിശ്വാസത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് ഇബാദത്തുമായി നിന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അവന് പൊറുക്കപ്പെടും. അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. اللهم وفقنا في هذا الشهر العظيم المبارك
للصيام والصلاة وتلاوة القرآن وللصدقات والقربات يا ذا الجلال والإكرام. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اغفر لحينا وميتنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم ارفع درجتنا في المهديين. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم عليك بالكفرة الظالمين المجرمين المتكبرين. اللهم عليك بهم فإنهم لا يعجزونك. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.